മതം സ്വീകരിക്കാം. ആൻഡ് ടു പ്രൊപ്പഗേറ്റ്, അത് ഖായിദ മില്ലത്തിന്റെ വാക്കാണ്. ആൻഡ് ടു പ്രൊപ്പഗേറ്റ്, ആ മതത്തെ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അത് ഞങ്ങൾ ഉണ്ടാക്കി തന്ന അവകാശം കേട്ടോ. ഇനി 25-ന്റെ ഒരു സൗകര്യം തരങ്ങൾ, അത് മൗലിക അവകാശം. രാജ്യത്തിന്റെ ഭരണഘടനയിൽ 6 ലീഗ് എന്താ ചെയ്തെന്ന് ചോദിക്കണവർക്കുള്ള അതൊക്കെ 6-7 ഭരണഘടന മൗലിക അവകാശമുള്ളൂ. അതിന്റെ ഗുണം തരങ്ങള് നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷമില്ലാതെ അധികാരം കിട്ടിയെന്ന് വിചാരിക്കാം, അയിമ തുടങ്ങുക. മോഡി വിചാരിക്കുക മതപ്രചരണം അവസാനിപ്പിക്കണം, ആൻഡ് ടു പ്രൊപ്പഗേറ്റ് എടുത്തു കളയാം, നടക്കൂല. ഭരണഘടന നിങ്ങൾക്ക് വേണമെങ്കിൽ കീറി വലിച്ചെറിഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കാം. ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം അവസാനത്തെ വിശ്വാസിക്കും ഓൻ ഏത് മതക്കാരനാവട്ടെ. ഞാൻ ക്രിസ്ത്യൻ സ്നേഹിതന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മിഷനറി പ്രവർത്തനങ്ങളെ തടയിടാൻ കർണാടകയിൽ കഴിഞ്ഞ ആഴ്ചയിലെ കർണാടകയിലെ BJP സർക്കാർ മതപരിവർത്തന നിരോധിത ബില്ല് 6 ലക്ഷം വെച്ച ക്രിസ്ത്യാനികളെ പൊട്ട ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് കോടതിയിൽ പോകാം. എന്താ കാര്യം? മുസ്ലിം ലീഗ് സാധ്യമാക്കി തന്ന ഒരു ഭരണഘടനാ അവകാശമുണ്ട്, ആർട്ടിക്കിൾ 25. അത് ഉപയോഗിച്ചാണ് നാട്ടിലെ സുന്നി, നാട്ടിലെ മുജാഹിദ്, നാട്ടിലെ തബ്ലീഗ്, നിങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ ലീഗ് അങ്ങ് തകർന്നാൽ മതിയല്ലോ. ആയിക്കോട്ടെ കൂട്ടരെ, ലീഗിനെ തകർക്കാൻ നിങ്ങൾക്ക് വേറെ അവസരം ഉപയോഗപ്പെടുത്താം. ചോദിക്കട്ടെ, നിങ്ങൾ പകലന്തിയോളം, നിങ്ങൾ പാതിരാത്രിക്കും മൈക്ക് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തെ പറയാൻ കഴിയുന്നത് ഈജിപ്ത് അല്ല ഈ നാട്, സിറിയയല്ല ഈ നാട്, ഈ നാട് മക്കയും മദീനയുമല്ല, ഈ നാട് ഇന്ത്യയാണ്. ഒരു ബഹുസ്വര സമൂഹമാണ്, എല്ലാ വിഭാഗം ആളുകളുള്ള, നാനാജാതി മതസ്ഥരുള്ള ഒരു നാട്ടിലാണ്. ആ നാട്ടിലാണ് നിങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ കിടന്നുറങ്ങി കൂർക്കം വലിക്കുമ്പോ രാത്രി 12 മണിക്കും 1 മണിക്കും നിങ്ങൾ ഇങ്ങനെ അങ്ങാടിയിൽ വെച്ച് മൈക്കിൽ പരസ്യമായി മതം പറയുന്നത് ആർട്ടിക്കിൾ 25-ന്റെ ബലത്തിലാണ്. ഇല്ലെങ്കിൽ അത് പറയാൻ കഴിയില്ല. അത് സാധ്യമാക്കി തന്ന വലിയ മനുഷ്യന്റെ പേരാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് നന്ദിയോടെ ഓർക്കേണ്ടവരാ നിങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചോ? പക്ഷെ നിങ്ങളൊക്കെ ആരെ തോൽപ്പിക്കാനാണ് ഈ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു അയിമ നിൽക്കുമ്പോ അല്ല, ഇനി അടുത്തത് കേൾക്ക്, അടുത്തത് 26 ആർട്ടിക്കിൾ 26 കുട്ടികൾ പഠിക്കണതൊക്കെ അയിമ നിൽക്കുമ്പോ അല്ല, ഇനി അടുത്തത് കേൾക്ക്, അടുത്തത് 26 ആർട്ടിക്കിൾ 26 കുട്ടികൾ പഠിക്കണതൊക്കെ. എന്താണ് ആർട്ടിക്കിൾ 26? മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശമാണ്. മതസ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം ഉണ്ടാവുന്നത് ആർട്ടിക്കിൾ 26-ന്റെ ബലത്തിലാണ്. ആരുണ്ടാക്കുന്നത്? മുസ്ലിം ലീഗ്, അഭിവന്ദ്യരായ ഖായിദ മില്ലത്ത്. എന്താണ് മതസ്ഥാപനം? രാവിലെ നിങ്ങളുടെ കുട്ടികള് അലിഫ് താ ബാ പഠിക്കാൻ മദ്രസയിലേക്ക് വിടുന്നു. നിങ്ങൾ ആ മദ്രസ ഈ നാട്ടിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയ വലിയ മനുഷ്യന്റെ പേരാണ് ഖായിദ മില്ലത്ത്. ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാ. എന്നിട്ട് നിങ്ങൾ ലീഗിനോട് കൊമ്പ് കോർത്തോ? ആ മുസ്ലിം ലീഗ് പാർട്ടി എന്തിനാണ് ഈ മതസ്ഥാപനം? എന്തിനാ? അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കാനാ. അള്ളാഹിനെ കുറിച്ച് ഇൽമ പഠിപ്പിക്കാനുള്ള സ്ഥാപനം ഉണ്ടാക്കാൻ ഭരണഘടനയിൽ അവകാശമാക്കി തന്ന പാർട്ടിയെ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനോട് പിണറായി കൂട്ടരും എന്ന് ചോദിക്കാം, നിങ്ങൾ മതം പറയാൻ പറ്റുമെന്നാ? കൂട്ടരെ, മതം പറയാനുള്ള അവകാശത്തെ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ പണിയെടുത്ത പാർട്ടിയോട് മതം പറയാൻ, ഞങ്ങൾ മതം പറയുമ്പോ ഞങ്ങൾ അന്യ മതത്തെ എതിർക്കാറില്ല, മറ്റൊരു മതത്തിൽ ഞങ്ങൾ കൈകടത്താറില്ല, മറ്റൊരു മതവിശ്വാസികളെ ഞങ്ങൾ പോറലേൽപ്പിക്കാറില്ല. ഞങ്ങളൊരു മതത്തോട് കൊമ്പ്